15% സീറ്റുകൾ എല്ലാവർക്കും ഓപ്ഷൻ കൊടുക്കാം. ESI മെഡിക്കൽ കോളേജുകളിലെ 15% സീറ്റിന് ESI മെമ്പർ ആയിരിക്കണമെന്നോ ESI ഇൻഷുറൻസ് ഉണ്ടായിരിക്കണമെന്നോ ഒന്നും വേണ്ട. വിവിധ റിസർവേഷനുകളായിരിക്കും. പക്ഷേ അവർക്ക് നോൺ ക്രിമിലെയർ ലഭിക്കുകയില്ല. റിസർവേഷൻ്റെ പരിധിയിലല്ല. അവരും ജനറൽ എന്നാണ് നീറ്റിന് അപ്ലൈ ചെയ്യേണ്ടത്. അവർക്ക് കാസ്റ്റ് അതാണെങ്കിൽ പോലും നോൺ ക്രിമിലെയർ കിട്ടില്ല. അതുകൊണ്ട് അവരും ജനറൽ വിഭാഗത്തിലാണ് വരുന്നത്. മിനിമം മാർക്കായിട്ടുള്ള 110 മാർക്ക് ഉണ്ടെങ്കിൽ പോലും അവർക്ക് 40% മതി ക്വാളിഫൈ ചെയ്യാൻ. അപ്പം മിനിമം മാർക്കാണെങ്കിൽ പോലും ഒരു ഗവൺമെൻറ് സെക്ടറിൽ MBBS കിട്ടുമെന്നുള്ള ഉറപ്പാണ്. കാരണം അതിന് ആവശ്യത്തിന് ആൾക്കാരില്ല. മൊത്തത്തിൽ നമ്മൾ 706 മെഡിക്കൽ കോളേജുകളുണ്ട്, 1,00,000-ൽ പല സീറ്റുകളുണ്ടെന്ന് പറഞ്ഞാൽ പോലും നീറ്റ് ക്വാളിഫൈ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഈ മുഴുവൻ സീറ്റുകൾക്കും അർഹതയില്ല. ഓരോ സ്റ്റേറ്റുകളിലും ഓരോ നിയമങ്ങളുണ്ട്. കേരളത്തിൽ എന്താണ് കേരളത്തിലെ സീറ്റ് കിട്ടാനുള്ള നിയമം? അപ്പം ഈ കോളേജുകളിലെ 35% സീറ്റുകൾ അതാത് കമ്മ്യൂണിറ്റിക്ക് മാത്രമേ ലഭിക്കുകയുള്ളൂ. ശിവൻ സാറിനൊപ്പം എന്ന പ്രോഗ്രാമിൻ്റെ 74ാമത് എപ്പിസോഡിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നമസ്കാരം. നമസ്തേ ശിവൻ സാർ. തീർച്ചയായിട്ടും ഒരുപാട് വിദ്യാർത്ഥികളും മാതാപിതാക്കളും ഒക്കെ ഒരുപാട് അഭിപ്രായങ്ങൾ നമ്മളെ അറിയിക്കുന്നുണ്ട് നമ്മുടെ ഈ പ്രോഗ്രാമിനെ കുറിച്ച് തന്നെ. അതുപോലെ നമ്മുടെ കമൻറ്റ് ബോക്സിലും, നമ്മുടെ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിലും ഒരുപാട് മാതാപിതാക്കൾ അവരുടെ സംശയങ്ങൾ ഇടുന്നുണ്ട്. തീർച്ചയായും അതിനുള്ള മറുപടികളൊക്കെ നമ്മൾ നമ്മുടെ എപ്പിസോഡുകളിൽ തരുന്നതായിരിക്കും. തീർച്ചയായിട്ടും. കാരണം എനിക്ക് തോന്നുന്നു ഈ വിദേശ രാജ്യങ്ങളിലൊക്കെ കഴിയുന്ന ധാരാളം മലയാളികളുണ്ട്. വളരെ നന്നായിട്ട് പഠിക്കുന്ന നമ്മുടെ കുട്ടികളും ദുബായിൽ അല്ലെങ്കിൽ UAE-യിലൊക്കെ വർക്ക് ചെയ്യുന്നവരൊക്കെ ഉണ്ട്. അവർക്കൊക്കെ ഒരു തെറ്റിദ്ധാരണയുണ്ട്, എങ്ങനെ ഈ കേരളത്തിലെ കോളേജുകളിൽ അവർക്ക് എലിജിബിലിറ്റി ഉണ്ടോ, റിസർവേഷൻ എങ്ങനെ എടുക്കാം, അല്ലെങ്കിൽ ഓൾ ഇന്ത്യ കോട്ടയിലൊക്കെ നമുക്ക് കിട്ടുമോ, എയിംസിൽ കിട്ടുമോ, എങ്ങനെയാണ് കേരളത്തിലെ അല്ലെങ്കിൽ ഈ അഡ്മിഷൻ പ്രൊസീജിയറിൽ അവർക്ക് എന്തെങ്കിലും ഡീമെറിറ്റ് ഉണ്ടോ. ഒരു വർഷങ്ങളായിട്ട് 10-25 വർഷമൊക്കെ ആയിട്ട് വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് അവർക്കൊക്കെ പലതരത്തിലുള്ള സംശയങ്ങൾ നമ്മളോട് ചോദിക്കാനായിട്ടുണ്ടാവും. നമ്മൾ ഇവിടെയുള്ളവർക്കും അതെ, എല്ലാവർക്കും, ഇവിടെയുള്ളവർക്കും കേരളത്തിന് പുറത്തുള്ളവർക്കും വിദേശ രാജ്യങ്ങളിലൊക്കെ ഉള്ളവർക്കും നമ്മളോട് സംവദിക്കാനായിട്ട്, നീറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ സംവദിക്കാനായിട്ട് ഒരു പ്ലാറ്റ്ഫോം എന്ന നിലയിൽ വളരെ എഫക്റ്റീവായിട്ടാണ് നമ്മളിത് കൊണ്ടുപോകുന്നത്. ഇനിയും അത് തുടരുകയും ചെയ്യും. അപ്പോൾ ഞങ്ങളിനി മുതൽ വരുന്ന ആഴ്ച മുതൽ ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് ഒരു ക്രമീകരണം തന്നെ നടത്തിയിട്ടുണ്ട്. കൂടുതലായിട്ട് നമുക്കതിനെക്കുറിച്ച് അത് മറ്റൊന്നുമല്ല, ഇപ്പോൾ വിദ്യാർത്ഥികളും മാതാപിതാക്കളും ഒക്കെ നിങ്ങൾക്കുള്ള സംശയങ്ങൾ കമൻ്റായി തന്നെ നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിൻ്റെ അടിയിൽ രേഖപ്പെടുത്താം. അതിൽ ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന കമൻറ്റ് ഏതാണോ, അത് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് അറിയേണ്ട കാര്യങ്ങൾ അതിനായിരിക്കുമല്ലോ നോർമലി ലൈക്ക് വരുന്നത്. ഏറ്റവും കൂടുതൽ കോമൺ ആയിട്ട് ചോദിക്കുന്ന നമുക്കറിയാവുന്ന കാര്യങ്ങൾ ആ കമൻ്റായിട്ട് വരുന്നതിനകത്ത്. യെസ്. അപ്പോൾ സാറ് പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ സംശയങ്ങളായിരിക്കാം ഏറ്റവും കൂടുതൽ ലൈക്കുകൾ കിട്ടുന്നത്. അപ്പോൾ ആ ഒരു ലൈക്കുകൾ കിട്ടുന്ന കമൻറ്റിനെ ഞങ്ങൾ ഒരു ചർച്ചാ വിഷയമാക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ തീർച്ചയായിട്ടും എല്ലാ എപ്പിസോഡിലും നമുക്ക് സാധിക്കും. തൊട്ട് തലയാഴ്ച നമ്മൾ പറഞ്ഞ വീഡിയോയെക്കുറിച്ചായിരിക്കാം, അല്ലെ കോമൺ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കാം. അപ്പം ഏത് നിങ്ങൾക്കറിയേണ്ട നീറ്റുമായിട്ടോ അല്ലെങ്കിൽ മെഡിക്കൽ MBBS-ൻ്റെയോ അല്ലെങ്കിൽ മറ്റ് അലൈഡ് കോഴ്സുകളുടെ ഒക്കെ പ്രവേശനവുമായി ബന്ധപ്പെട്ട റിസർവേഷനെ സംബന്ധിച്ച് ബന്ധപ്പെട്ട ഫീസുകളെ സംബന്ധിച്ച് ബന്ധപ്പെട്ട സീറ്റുകളെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ ഏത് വിഷയങ്ങളും ആവട്ടെ, അത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുകയും അത് കോമൺ ആയിട്ട് കൂടുതൽ ആൾക്കാർക്ക് അറിയേണ്ട കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഞായറാഴ്ചകളിലെ എപ്പിസോഡിൽ നമുക്കത് ഏതെങ്കിലും ഒരു സമയത്ത് ആ ഒരു മാക്സിമം കമൻറ്റുകൾ നമുക്കത് ചർച്ച ചെയ്യുകയും അല്ലേ നമ്മുടെ അറിയാവുന്ന രീതിയിൽ നമുക്കതിൻ്റെ മറുപടി നിങ്ങൾക്ക് നൽകുകയും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഇനി വരുന്ന ദിവസങ്ങൾ നിങ്ങളെല്ലാവരും കമൻ്റ് ഇടുന്ന കാര്യത്തിൽ ആരും മറക്കണ്ട. നമ്മുടെ എപ്പിസോഡ് മാക്സിമം ഈ വർഷം നീറ്റ് 2024 ക്രാക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളിലേക്കും മാതാപിതാക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകാം. അപ്പോൾ നിങ്ങളോടൊപ്പം ശിവൻ സാറിനൊപ്പം ഇനി മുതലുണ്ടാവും. സാർ, തീർച്ചയായിട്ടും നമ്മുടെ ആ ഒരു എൻട്രൻസ് അല്ലെങ്കിൽ നമ്മുടെ തീർച്ചയായിട്ടും, കാരണം നമുക്ക് കാലഘട്ടം അല്ലേ, അതെ ഇനി മെയ് 5-ാം തീയതി നീറ്റ് വരുന്നു, അതിനുശേഷം സെൻട്രലൈസ്ഡ് കൗൺസിലിംഗ് വരുന്നു, ധാരാളം നമുക്ക് അറിയേണ്ട കാര്യങ്ങളുണ്ടാവും. അപ്പോൾ ആ സമയങ്ങളെല്ലാം നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടായിരിക്കും. സാർ, കഴിഞ്ഞ വാരം നമ്മൾ വിദ്യാർത്ഥികളോടും മാതാപിതാക്കളോടും പങ്കുവെച്ചത് ഇന്ത്യയിലൊട്ടാകെയുള്ള മെഡിക്കൽ കോളേജുകൾ. അതെ, മെഡിക്കൽ കോളേജുകൾ വിവിധ ഇനത്തിൽപ്പെട്ട മെഡിക്കൽ കോളേജുകളുണ്ട്. ഗവൺമെൻറ് മേഖല എന്നും പ്രൈവറ്റ് മേഖല എന്നും ഡീംഡ് മേഖല എന്നും എയിംസ് എന്നും ജിപ്മർ എന്നും ഒക്കെ ഉണ്ടായിരുന്നു. നമ്മൾ അതിനെക്കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഈ ആഴ്ച അവിടെയുള്ള സീറ്റുകൾ എത്രത്തോളമുണ്ട്, ഏതൊക്കെ റിസർവേഷൻ്റെ അടിസ്ഥാനത്തിലാണ് വിദ്യാർത്ഥികൾക്ക് അവിടേക്ക് പ്രവേശിക്കാൻ സാധിക്കുക, ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ്, വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ ശിവൻ സാറിനൊപ്പം നമ്മൾ പങ്കുവയ്ക്കുന്നത്. അപ്പോൾ ശിവൻ സാർ, നമുക്ക് ആദ്യം തന്നെ ഓൾ ഇന്ത്യ കോട്ട അലോട്ട്മെൻറ്റിൽ ഉൾപ്പെട്ടിരിക്കുന്ന റിസർവേഷനും കോളേജുകളും ഏതെല്ലാമാണ്? തീർച്ചയായിട്ടും നമ്മൾ കഴിഞ്ഞ തവണ 3 സെക്ടറുകളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഗവൺമെൻറ് മേഖല, പ്രൈവറ്റ് മേഖല, ഡീംഡ് മേഖല എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. നമുക്കിപ്പോൾ സെൻട്രലൈസ്ഡ് കൗൺസിലിംഗ് ആണ് വരുന്നതെങ്കിലും ഈ അലോട്ട്മെൻറ്റുകൾക്കോ സീറ്റുകൾക്കോ റിസർവേഷനുകൾക്കോ നമുക്ക് എലിജിബിലിറ്റി ഉള്ള സീറ്റുകൾക്കോ ഒന്നും ഒരു കുറവും ഉണ്ടാവുകയില്ല, കൂടുതലും ഉണ്ടാവുകയില്ല.
നമുക്ക് പല പല വെബ്സൈറ്റുകളിൽ അപ്ലൈ ചെയ്യുകയും ഇതിൻ്റെ സമയം ഒത്തിരി ലാഗ് ചെയ്യുകയും അതിനോടനുബന്ധിച്ച് അവസാനം ധാരാളം സീറ്റുകൾ ഒഴിവ് വരുന്നതൊക്കെ ഒരു ഏകജാലകത്തിലൂടെ ഫില്ല് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് സെൻട്രലൈസ്ഡ് കൗൺസിലിങ്ങിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പം മുൻ അലോട്ട്മെൻറ്റുകൾ ഏതൊക്കെ രീതിയിലുണ്ടായിരുന്നോ, ഓൾ ഇന്ത്യ കോട്ട അല്ലെങ്കിൽ പ്രൈവറ്റ് മെഡിക്കൽ കോളേജുകൾ, മാനേജ്മെൻറ്റ് സീറ്റുകൾ, മൈനോറിറ്റി സീറ്റുകൾ എല്ലാം ഈ വർഷവും ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്കൊരു തെറ്റിദ്ധാരണ വേണ്ട. അപ്പോൾ ആദ്യം ഓൾ ഇന്ത്യ അലോട്ട്മെൻറ്റുകളെ കുറിച്ചാണ് നമുക്ക് അറിയേണ്ടത്. അതായത് നമുക്ക് ഇന്ത്യയിൽ ഏതാണ്ട് 349 ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ആ മെഡിക്കൽ കോളേജുകളിലെല്ലാം നമുക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും, നീറ്റ് ക്വാളിഫൈ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കും 15% സീറ്റ്, 8000-ഓളം സീറ്റുകളുണ്ട് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഈ ഗവൺമെൻറ് മേഖലയിലുള്ള MBBS സീറ്റുകളെ നമുക്ക് ഏത് രീതിയിലാണ് ഓപ്ഷൻ കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ അവിടെ എങ്ങനെയാണ് സീറ്റ് കിട്ടുന്നത്, അതിനെയാണ് നമ്മൾ ഓൾ ഇന്ത്യ അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. mcc.nic.in എന്ന വെബ്സൈറ്റ് വഴിയായിരുന്നു നാളിതുവരെയും നമ്മളതിന് ഓപ്ഷൻ കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരു വിദ്യാർത്ഥിക്ക് എത്രത്തോളം മാർക്കും റാങ്കും ഉണ്ടെങ്കിലും അയാൾക്ക് ഓപ്ഷൻ കൊടുക്കാം. അയാൾക്ക് കിട്ടുന്നത് ഓൾ ഇന്ത്യ റാങ്കിൻ്റെയും റിസർവേഷൻ്റെയും അടിസ്ഥാനത്തിൽ തന്നെയാണ്. പക്ഷേ നീറ്റ് ക്വാളിഫൈ ചെയ്യുന്ന ഒരു വിദ്യാർത്ഥിക്ക് ഈ 349 കോളേജും വേണമെങ്കിൽ ഓപ്ഷൻ ഉൾപ്പെടുത്താമായിരുന്നു. ഉൾപ്പെടുത്താനുള്ള അർഹതയുണ്ട്. അപ്പം അതിനനുസരിച്ച് നമ്മൾ ഈ കോളേജുകൾ, കേരളത്തിലുള്ളതും തമിഴ്നാട്ടിലുള്ളതും കർണാടകത്തിലുള്ളതും ഏത് സ്റ്റേറ്റിലുള്ളതും ഗവൺമെൻറ് കോളേജുകളുടെ ഈ 15% സീറ്റുകൾക്ക് വേണ്ടിയിട്ട് ഓപ്ഷൻ കൊടുക്കുന്നതിനെയാണ് ഓൾ ഇന്ത്യ അലോട്ട്മെൻ്റ് എന്ന് നമ്മൾ പറയുന്നതിൻ്റെ ഒരു ഘടകം. മറ്റൊന്ന് 20 എയിംസ് മെഡിക്കൽ കോളേജ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. 20 എയിംസ് മെഡിക്കൽ കോളേജുകളും ഓൾ ഇന്ത്യ അലോട്ട്മെൻറ്റിനോടൊപ്പം വരുന്നതാണ്. അവിടെ നമുക്ക് 100% സീറ്റുകൾക്കും എല്ലാവർക്കും അർഹതയുണ്ട്. മറ്റുള്ളത് നമ്മൾ എത്രയാണ് പറഞ്ഞത്, 349 ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് നമുക്ക് 15% അർഹതയുള്ളൂ. പക്ഷേ എയിംസിൽ അങ്ങനെയല്ല, ജിപ്മറിൽ അങ്ങനെയല്ല. മുഴുവൻ സീറ്റുകൾക്കും എല്ലാവർക്കും അർഹതയുണ്ടായിരിക്കും. ഓൾ ഇന്ത്യ റാങ്കിൻ്റെയും റിസർവേഷൻ്റെയും അടിസ്ഥാനത്തിലായിരിക്കും നമുക്ക് പ്രവേശനം കിട്ടുന്നതെന്ന് മാത്രം. പിന്നെയുള്ളത് ESI മെഡിക്കൽ കോളേജുകൾ. 11 ESI മെഡിക്കൽ കോളേജുകളിലെ 15% സീറ്റുകൾ എല്ലാവർക്കും ഓപ്ഷൻ കൊടുക്കാം. ESI മെഡിക്കൽ കോളേജുകളിലെ 15% സീറ്റിന് ESI മെമ്പർ ആയിരിക്കണമെന്നോ ESI ഇൻഷുറൻസ് ഉണ്ടായിരിക്കണമെന്നോ ഒന്നും വേണ്ട. എല്ലാവർക്കും ഓപ്ഷൻ കൊടുക്കാനായിട്ട് സാധിക്കും. 35% മാനേജ്മെൻറ്റ് സീറ്റുകൾക്ക് IP വാർഡായിട്ടുള്ളവർക്ക് മാത്രം. അച്ഛനോ അമ്മയോ ESIയുടെ ഇൻഷുർഡ് പേഴ്സൺ ആണെങ്കിൽ അവരുടെ മക്കൾക്കായിട്ടുള്ളതാണ് ESI IP സീറ്റ് എന്ന് പറയുന്നത്. അത് ഓൾ ഇന്ത്യ അലോട്ട്മെൻറ്റിൽ തന്നെ വരുന്നതാണ്. പക്ഷേ ആ സീറ്റ് കാണാൻ പറ്റുന്നത്, ഓപ്ഷൻ കൊടുക്കാൻ പറ്റുന്നത് IP വാർഡായിട്ട് ESI ഇൻഷുർഡ് പേഴ്സൺ ആണെങ്കിൽ അവരുടെ മക്കൾക്ക് മാത്രമേ കാണാൻ പറ്റുള്ളൂ. ജനറൽ ആയിട്ടുള്ള എനിക്ക് കാണാൻ പറ്റില്ല. പക്ഷേ ഒരു ESI മെമ്പറായിട്ടുള്ള ഒരാളുടെ മകനുണ്ടെങ്കിൽ അയാൾക്ക് കയറുമ്പോൾ ആ ഓപ്ഷൻ കൂടുതലായിട്ട് കാണിക്കും. അതും ഓൾ ഇന്ത്യ അലോട്ട്മെൻറ്റിൽ തന്നെ വരുന്നതാണ്. അപ്പോൾ ഗവൺമെൻറ് മേഖലയിലെ 15%, എയിംസ്, ജിപ്മർ, ESI മെഡിക്കൽ കോളേജിലെ 15% എല്ലാവർക്കും, 35% IP കോട്ട അവർക്ക് മാത്രം, IP-കാർക്ക് മാത്രം. പിന്നെ AFMCയിലെ 145 സീറ്റുകളാണ്. 110 സീറ്റ് ആൺകുട്ടികൾക്കും 35 സീറ്റുകൾ പെൺകുട്ടികൾക്കും. അതും ഓൾ ഇന്ത്യ അലോട്ട്മെൻറ്റിൽ തന്നെയാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. പിന്നെയുള്ളത് 52 ഡീംഡ് മെഡിക്കൽ കോളേജുകൾ. സ്വയംഭരണ അവകാശമുള്ള, ഫീസ് വളരെ കൂടുതലുള്ള, ഏത് മാർക്കാണെങ്കിലും കിട്ടാൻ കൂടുതൽ സാഹചര്യമുള്ള ഡീംഡ് മെഡിക്കൽ കോളേജുകളും ഓൾ ഇന്ത്യ അലോട്ട്മെൻറ്റിനകത്താണ് വരുന്നത്. അപ്പം ഇത്രയുമാണ് ഒരു ഘട്ടം ഓൾ ഇന്ത്യ അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞുള്ള ഒരു സെക്ഷനകത്ത് വരുന്നത്. ഇനിയും ഇതിങ്ങനെ തന്നെ ആയിരിക്കും. ഇപ്പോൾ ഇവിടെ താല്പര്യമുള്ളവരെല്ലാം ആദ്യം ഇവിടെ ഓപ്ഷൻ കൊടുത്തിട്ടാണ് അത് കഴിഞ്ഞിട്ട് അതാത് സ്റ്റേറ്റുകളിൽ കൊടുക്കേണ്ടത്. അപ്പോൾ ഇപ്പം എയിംസിലാണ് ആദ്യം കൊടുക്കേണ്ടതിൽ ഈ ഓൾ ഇന്ത്യ അലോട്ട്മെൻറ്റിൽ എയിംസിൽ കൊടുത്തിട്ടാണ് നമ്മൾ സ്റ്റേറ്റുകളിലോട്ട് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. ഇനി അവിടെയുള്ള റിസർവേഷനുകൾ എന്തെല്ലാമാണ്? 15% നമ്മുടെ ഇന്ത്യയിലുള്ള മുഴുവൻ ഗവൺമെൻറ് MBBS സീറ്റുകൾക്കും എയിംസ്, ജിപ്മർ, ESI IP വാർഡിന് 35%, ESI IP വാർഡിൻ്റെ 15% എല്ലാവർക്കും അപ്ലൈ ചെയ്യാവുന്നത്. അപ്പോൾ ഗവൺമെൻറ് മേഖല, എയിംസ്, ജിപ്മർ, ESIയിൽ നമുക്ക് ആദ്യം അൺറിസർവ്ഡ്, യാതൊരുവിധ റിസർവേഷനും ഇല്ലാത്തവർക്കുള്ള സീറ്റുകൾ. അതുപോലെ തന്നെ ചിലർ മുസ്ലിംസ് ആയിരിക്കാം, ഈഴവ ആയിരിക്കാം, വിവിധ റിസർവേഷനുകളായിരിക്കാം. പക്ഷേ അവർക്ക് നോൺ ക്രിമിലെയർ ലഭിക്കുകയില്ല, റിസർവേഷൻ്റെ പരിധിയിലല്ല. അവരും ജനറൽ എന്നാണ് നീറ്റിന് അപ്ലൈ ചെയ്യേണ്ടത്. അവർക്ക് കാസ്റ്റ് അതാണെങ്കിൽ പോലും നോൺ ക്രിമിലെയർ കിട്ടില്ല. അതുകൊണ്ട് അവരും ജനറൽ വിഭാഗത്തിലാണ് വരുന്നത്. പിന്നെയുള്ളതോ നോൺ ക്രിമിലെയർ കിട്ടുന്ന വിഭാഗങ്ങൾ, OBC. അവർക്ക് OBC എന്നുള്ള സീറ്റുകൾ 27% സംവരണം, ആ OBC കോട്ട ഈ പറഞ്ഞ സീറ്റുകൾക്കെല്ലാം കിട്ടും. ആരുടെ നിന്ന് സർട്ടിഫിക്കറ്റ് വേണ്ടേ? തഹസീൽദാരിൽ നിന്നുള്ള
നോൺ ക്രിമിലെയർ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ഓൾ ഇന്ത്യ കോട്ടയിൽ നമുക്ക് 27% സംവരണം കിട്ടും. എയിംസിൽ കിട്ടും, ജിപ്മറിൽ കിട്ടും, ESI കോളേജിൽ കിട്ടും. EWS ജനറൽ വിഭാഗമാണ്. തഹസീൽദാരിൽ നിന്നുള്ള EWS സർട്ടിഫിക്കറ്റ് കിട്ടുമെങ്കിൽ ഈ 4 സെക്ഷനിലും ഇന്ത്യയിലുള്ള മുഴുവൻ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ 15%, തമിഴ്നാട്, കർണാടക ഉൾപ്പെടെയുള്ള ഓൾ ഇന്ത്യ കോട്ട, എയിംസ്, ജിപ്മർ, ESIയിലെല്ലാം തഹസീൽദാരിൽ നിന്നുള്ള EWS സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് 10% സംവരണം ലഭിക്കും. അപ്പം നോൺ ക്രിമിലെയറിന് 27%, EWSന് 10%, അൺറിസർവ്ഡിന് 50%. അപ്പോൾ OBC ഉള്ള ഒരാൾക്ക് EWS കിട്ടുമോ? ഇല്ല. ഒരാൾക്ക് പല സംവരണങ്ങൾ കിട്ടില്ല. കാരണം EWS എന്ന് പറയുമ്പോൾ തന്നെ OBC വിഭാഗത്തിൽ വരാത്ത ജാതിയിൽപ്പെട്ടവരായിരിക്കണമല്ലോ. അപ്പം അങ്ങനെ ഒരു ചോദ്യം വരുന്നില്ല. പിന്നെയോ SC ST വിഭാഗത്തിൽപ്പെട്ട 2 പേർക്കും കൂടെ 10% സംവരണം വരുന്നുണ്ട്. PWD വിഭാഗം, പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റി, നമ്മളുടെ കാൻഡിഡേറ്റ് 40% മുകളിൽ ഡിസേബിൾഡ് പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ വിഭാഗത്തിലെല്ലാം അൺറിസർവ്ഡ് വിഭാഗം, OBC വിഭാഗം, EWS വിഭാഗം, SC ST വിഭാഗത്തിൻ്റെ എല്ലാം ഉള്ള അനുവദിച്ചിരിക്കുന്ന സീറ്റിൽ 5% PWD വിഭാഗത്തിന് മാത്രം മാറ്റിവെച്ചിരിക്കുന്നതാണ്. അതായത് നമ്മളുടെ കാൻഡിഡേറ്റ് ഒരു ഡിസേബിൾഡ് പേഴ്സൺ ആണെങ്കിൽ 40% മുകളിൽ ഡിസബിലിറ്റി ഉണ്ടെങ്കിൽ മിനിമം മാർക്കായിട്ടുള്ള 110 മാർക്ക് ഉണ്ടെങ്കിൽ പോലും അവർക്ക് 40% മതി ക്വാളിഫൈ ചെയ്യാൻ. അപ്പം മിനിമം മാർക്കാണെങ്കിൽ പോലും ഒരു ഗവൺമെൻറ് സെക്ടറിൽ MBBS കിട്ടുമെന്നുള്ള ഉറപ്പാണ്. കാരണം അതിന് ആവശ്യത്തിന് ആൾക്കാരില്ല. അങ്ങനെ കിട്ടുമെന്ന് ഉറപ്പുള്ളതാണ്. അപ്പോൾ ഇതാണ് ഓൾ ഇന്ത്യ തലത്തിലുള്ള മെയിൻ റിസർവേഷൻ എന്ന് പറയുന്നത്. പിന്നെ ഉള്ളത് AFMC 145 സീറ്റാന്ന് പറഞ്ഞു. അവിടെ SC STക്ക് 10% സീറ്റുണ്ട്. അതല്ലാതെ വേറൊരു റിസർവേഷനും അവിടെ ഇല്ല. OBC നോൺ ക്രിമിലെയർന്നോ EWS എന്നോ അൺറിസർവ്ഡെന്നോ ഒന്നുമില്ല. അവിടെ SC ST വിഭാഗത്തിന് മാത്രമേ AFMCയിലുള്ളൂ. ഡീംഡ് കോളേജിൻ്റെ 85%ത്തിൽ യാതൊരു റിസർവേഷനുമില്ല. റാങ്ക് മാത്രം. നമുക്ക് റാങ്കിനനുസരിച്ച് ഓപ്ഷൻ കൊടുക്കാം, എടുക്കാം. യാതൊരുവിധ റിസർവേഷനുമില്ല. 15% എവിടെ പോയി? NRI സീറ്റുകൾ. നോർമലി തന്നെ ഡീംഡിലെ ഫീസ് കൂടുതലാണ്. അതിനേക്കാളും കൂടുതൽ ഫീസ് കൊടുത്തു പോകുന്ന വിദേശത്തിൽ ജോലി ചെയ്യുകയോ അങ്ങനെ അല്ലെങ്കിൽ വർക്ക് വ്യവസായമൊക്കെ ഉള്ളവർക്ക് NRI സീറ്റുകൾ ആവശ്യമുണ്ടെങ്കിൽ നീറ്റിന് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ NRIന്ന് വെക്കുകയോ അല്ലെങ്കിൽ നീറ്റ് റിസൾട്ട് വന്നതിന് ശേഷം നമ്മളുടെ സ്റ്റാറ്റസ് NRIയിലോട്ട് ചേഞ്ച് ചെയ്യുകയോ ചെയ്താൽ നമുക്ക് കിട്ടുന്നതാണ് ഡീംഡ് മെഡിക്കൽ കോളേജുകളിലെ NRI സീറ്റുകൾ. ഇതാണ് ഈ ഓൾ ഇന്ത്യ ലെവലിൽ നമ്മൾ പറഞ്ഞ കോളേജുകളുടെ റിസർവേഷനുകൾ എന്ന് പറയുന്നത്. ഇത് അതിനനുസരിച്ച് തന്നെ എല്ലാവർക്കും ഓപ്ഷൻ കൊടുക്കുകയും നീറ്റിന് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ നോൺ ക്രിമിലെയർ ആണോ, EWS ആണോ, PWD ആണോ എന്ന് പറയുകയും ചെയ്യണം. കാറ്റഗറി സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ട. ഇപ്പം ഈ അപ്ലൈ ചെയ്യുമ്പോൾ ഒന്നും വേണ്ട. പക്ഷേ നമ്മൾ കാറ്റഗറി പറഞ്ഞിരിക്കണം. അതിനുശേഷം നീറ്റ് റിസൾട്ട് വന്നതിന് ശേഷം ഞാൻ OBC ആണ്, PWD ആണ്, അല്ലെങ്കിൽ SC ST ആണ്, ഒന്നും നമുക്ക് കാറ്റഗറി ചേഞ്ച് ചെയ്യാനാവില്ല. അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ കാറ്റഗറി എന്താണെന്ന് പറഞ്ഞിരിക്കണം. സർ, ഇപ്പോൾ മെൻഷൻ ചെയ്തത് ഓൾ ഇന്ത്യ കോട്ടയിലുള്ള ഇന്ത്യയിലുള്ള മുഴുവൻ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സീറ്റുകളെ കുറിച്ചാണ് പറയുന്നത്. ഒരു മലയാളിക്ക് ഏതൊക്കെ സീറ്റുകളാണ് അവൈലബിൾ ഉള്ളത് ഓൾ ഇന്ത്യ തലത്തിൽ, അതിനെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. സർ, ഇനി കേരളത്തിൽ ഏതൊക്കെ റിസർവേഷനും സീറ്റുകളും നമ്മുടെ വിദ്യാർത്ഥികൾ? അതെ, നമുക്കിപ്പോൾ മൊത്തത്തിൽ നമ്മൾ 706 മെഡിക്കൽ കോളേജുകളുണ്ട്, 1,00,000-ൽ പരം സീറ്റുകളുണ്ടെന്ന് പറഞ്ഞാൽ പോലും നീറ്റ് ക്വാളിഫൈ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഈ മുഴുവൻ സീറ്റുകൾക്കും അർഹതയില്ല. ഓരോ സ്റ്റേറ്റുകളിലും ഓരോ നിയമങ്ങളുണ്ട്. കേരളത്തിൽ എന്താണ് കേരളത്തിലെ സീറ്റ് കിട്ടാനുള്ള നിയമം? അച്ഛനോ അമ്മയോ കുട്ടിയോ കേരളത്തിൽ ജനിച്ചിരിക്കണം, അല്ലെങ്കിൽ 8 മുതൽ 12 വരെ 5 വർഷക്കാലം ഇവിടെ പഠിച്ചിരിക്കണം. ഇതുണ്ടെങ്കിൽ മാത്രമേ കേരളത്തിലുള്ള സീറ്റുകൾ 85% സീറ്റുകൾക്ക് അർഹതയുള്ളൂ. കർണാടകത്തിൽ എന്താണ് നിയമം? 1 മുതൽ 12 വരെയുള്ള അക്കാഡമിക് ഇയറിൽ 10 വർഷമെങ്കിലും കർണാടകത്തിൽ പഠിച്ചിരിക്കണം. തമിഴ്നാട്ടിൽ എന്താണ് നിയമം? തമിഴ്നാട് അവിടുത്തെ എലിജിബിലിറ്റി ഉള്ള നേറ്റിവിറ്റി ഉള്ള കുട്ടിയായിരിക്കണം. അവിടെ പഠിച്ചതാണെങ്കിൽ കൂടുതൽ ബെനിഫിറ്റുകളുണ്ട്. അപ്പം അങ്ങനെ ഓരോ സ്റ്റേറ്റുകളിലും ഓരോ നിയമങ്ങളുണ്ട്. അപ്പോൾ കേരളത്തിലെ നിയമത്തിനനുസരിച്ച് കേരളൈറ്റ് ആയിട്ടിരിക്കുന്ന ഒരു കുട്ടിക്ക് ഇവിടുത്തെ 12 ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ 85% സീറ്റുകൾക്ക് അർഹതയുണ്ട്. 1750ഓളം ഗവൺമെൻറ് MBBSയിലുള്ള കേരളത്തിലുള്ളത്. അതിലേതാണ്ട് 262ഓളം സീറ്റുകൾ ഓൾ ഇന്ത്യ കോട്ടയ്ക്ക് പോകും, 15%. ബാക്കിയുള്ള സീറ്റുകളാണ് കേരളൈറ്റ് ആയിട്ട് കേരളത്തിൽ എലിജിബിലിറ്റി ഉള്ള കുട്ടികൾക്ക് മാത്രം ലഭിക്കുന്ന സീറ്റുകൾ. അവിടെ നമുക്ക് എന്തെല്ലാം റിസർവേഷനാണുള്ളത്? അവിടെയും 50% സീറ്റുകൾ യാതൊരുവിധ റിസർവേഷനും നോക്കാതെ കേരള മെഡിക്കൽ റാങ്ക് അനുസരിച്ച് കൊടുക്കും.
10% EWS റിസർവേഷൻ, അത് വില്ലേജ് ഓഫീസറുടെയാണ്. അവിടെ രണ്ട് നിയമമാണ്. അത് നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് പറയാം. EWS തഹസീൽദാരിൽ നിന്നുണ്ടെങ്കിലാണ് ഓൾ ഇന്ത്യ കോട്ടയിൽ നമ്മൾ പറഞ്ഞു. EWS വില്ലേജ് ഓഫീസറിൽ നിന്ന് കിട്ടുന്നവർക്കാണ് കേരളത്തിലെ കോളേജുകളിൽ റിസർവേഷൻ ലഭിക്കുകയുള്ളൂ. 10% റിസർവേഷൻ ഉണ്ട്. 130ഓളം സീറ്റുകളാണ് കേരളത്തിൽ EWS വിഭാഗത്തിനുള്ളത്. OBC നമ്മൾ ഓൾ ഇന്ത്യ തലത്തിൽ പറഞ്ഞപ്പം ഈഴവയാണെങ്കിലും മുസ്ലിം ആണെങ്കിലും വിശ്വകർമ്മയാണെങ്കിലും എല്ലാം ഒരുമിച്ച് 27% സംവരണമായിരുന്നു. പക്ഷെ കേരളത്തിലെത്തുമ്പോൾ അങ്ങനെയല്ല. ഈഴവ വിഭാഗമാണെങ്കിൽ 9% സംവരണം, മുസ്ലിം ആണെങ്കിൽ 8% സംവരണം, ബാക്ക്വേർഡ് ഹിന്ദു ആണെങ്കിൽ 3%, വിശ്വകർമ്മയാണെങ്കിൽ 1%. അങ്ങനെ ഓരോ കാറ്റഗറിക്കും ഇത്ര ശതമാനം എന്ന് പറയുന്ന സീറ്റുകളാണുള്ളത്. ലാറ്റിൻ കാത്തലിക്സ്, ബാക്ക്വേർഡ് ക്രിസ്ത്യന്, അങ്ങനെ ഓരോ വിഭാഗത്തിനും ഇവിടെ പ്രത്യേകം സീറ്റ് സംവരണങ്ങളാണുള്ളത്. SC ST വിഭാഗത്തിനും ഇവിടെ അതുപോലെ തന്നെ സംവരണമുണ്ട്. 2 കാറ്റഗറിക്കും കൂടെ 10% സംവരണമുണ്ട്. PWD വിഭാഗത്തിന് ഇവിടെയും സംവരണമുണ്ട്. അതുപോലെ തന്നെ ഗവൺമെൻറ് സെക്ടറുകളിൽ ബാക്കിയുള്ള NCC കോട്ട, എക്സ് സർവീസ്മെൻ കോട്ട, സ്പോർട്സ് കോട്ട, ഇതെല്ലാം നമ്മൾ ഓൾ ഇന്ത്യ തലത്തിൽ പറഞ്ഞിട്ടില്ല. ഇതെല്ലാം കേരളത്തിലാണ് സീറ്റുകൾ. കേരള കോട്ട വഴിയാണ് നമുക്ക് എക്സ് സർവീസ്മെൻസ് റിസർവേഷൻ, സ്പോർട്സിൻ്റെ റിസർവേഷൻ, അങ്ങനെ ഏതാണ്ട് 27ഓളം വിവിധ സ്പെഷ്യൽ റിസർവേഷനുകൾ കേരളത്തിലുണ്ട്. ഇപ്പം ആയുർവേദം പഠിച്ചു കഴിഞ്ഞ കുട്ടിക്ക്, ഹോമിയോ പഠിച്ചു കഴിഞ്ഞ കുട്ടിക്ക്, നേഴ്സിംഗ് കഴിഞ്ഞ കുട്ടിക്ക്, ഇങ്ങനെ പലവിധ റിസർവേഷനുകളെല്ലാം കേരളത്തിലുണ്ട്. നമുക്കത് മാത്രമായിട്ടും ഒരു എപ്പിസോഡ് വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ അത് മാത്രമായിട്ട് നമ്മളെ ബ്രില്ലിൻ്റെ യൂട്യൂബിൽ പല വീഡിയോകളും ഉണ്ട് കേരളത്തിലുള്ള റിസർവേഷനെ കുറിച്ച്. അപ്പോൾ നമ്മൾ ഗവൺമെൻറ് സെക്ടറിലാണ് പറഞ്ഞത്. ഇതുപോലെ തന്നെ പ്രൈവറ്റ് സെക്ടറിലും 19 സെൽഫ് ഫിനാൻസിങ് കോളേജുകളാണ് കേരളത്തിലുള്ളത്. 7.5 ലക്ഷം ഫീസ്, ഇയർലി ഫീസ് മേടിച്ചുകൊണ്ടുള്ള കഴിഞ്ഞ വർഷം അഡ്മിഷൻ നടന്ന 19 മെഡിക്കൽ കോളേജുകൾ. ഇവിടെയും 50% അൺറിസർവ്ഡ് സീറ്റുകൾ, എല്ലാവർക്കും കിട്ടുന്ന സീറ്റുകൾ. പിന്നെ ഉള്ളത് നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ ഈഴവ റിസർവേഷൻ, മുസ്ലിം റിസർവേഷൻ, ബാക്ക്വേർഡ് ഹിന്ദു, ബാക്ക്വേർഡ് ക്രിസ്ത്യൻ, വിശ്വകർമ്മ, ലാറ്റിൻ, SC ST അങ്ങനെയുള്ള റിസർവേഷൻ. അതിനുശേഷം ഇവിടെയും EWS ഉണ്ട്, പക്ഷേ എല്ലാ കോളേജിലും ഇല്ല. കാരണം പല കോളേജുകളും ന്യൂനപക്ഷ കോളേജുകളാണ്, മൈനോറിറ്റി കോളേജുകളാണ്. ആ പ്രൈവറ്റ് മെഡിക്കൽ കോളേജിൻ്റെ ഓണർ ആരാണോ, ഏത് വിഭാഗത്തിൻ്റെ ആണോ, ഏത് കാസ്റ്റിൻ്റെ ആണോ ആ മെഡിക്കൽ കോളേജ്, അവർക്ക് വേണ്ടിയിട്ടാണ് 35% മാനേജ്മെൻറ്റ് സീറ്റുകൾ. ഇപ്പോൾ ക്രിസ്ത്യൻ വിഭാഗത്തിന് 7 മെഡിക്കൽ കോളേജുകൾ കേരളത്തിലുണ്ട്. മുസ്ലിം വിഭാഗത്തിന് 6 പ്രൈവറ്റ് കോളേജുകളാണ് ഉള്ളത്. അപ്പം ഈ കോളേജുകളിലെ 35% സീറ്റുകൾ അതാത് കമ്മ്യൂണിറ്റിക്ക് മാത്രമേ ലഭിക്കുകയുള്ളൂ. അപ്പം നമ്മൾ മറ്റുള്ള റിസർവേഷൻ പറഞ്ഞു. അതുകൂടാതെ മൈനോറിറ്റി റിസർവേഷൻ ഉണ്ട്. അപ്പോൾ വില്ലേജ് ഓഫീസിൽ നിന്നുള്ള മൈനോറിറ്റി സർട്ടിഫിക്കറ്റ് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെൻറ് സെക്ടറിൽ, ഗവൺമെൻറ് കോളേജുകളിൽ നമ്മൾ മുമ്പ് പറഞ്ഞതനുസരിച്ച് പരിഗണിക്കും. സെൽഫ് ഫിനാൻസിങ് കോളേജിൽ നോർമലായിട്ട് പരിഗണിക്കും. അതുകൂടാതെ ഈ മൈനോറിറ്റിയിലും സെൽഫ് ഫിനാൻസിങ് കോളേജിൽ പരിഗണിക്കും. പിന്നെയുള്ളത് NRI സീറ്റുകൾ. 15% NRI സീറ്റുകൾ ഗവൺമെൻറ് മേഖലയിലുണ്ടോ? ഇല്ല. NRI സീറ്റുകളുള്ളത് ഈ 19 കോളേജുകളിലും, 19 സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലും 21 ലക്ഷം പെർ ഇയർ കൊടുത്തിട്ടുള്ള NRI സീറ്റുകളുണ്ട്. പിന്നെ EWS സീറ്റുകൾ നമ്മൾ പറഞ്ഞത് സെൽഫ് ഫിനാൻസിങ് കോളേജുകളിൽ EWS ഉണ്ടെന്ന് പറഞ്ഞു. ന്യൂനപക്ഷ കോളേജുകൾ അല്ലാത്ത സെൽഫ് ഫിനാൻസിങ് കോളേജുകൾ, ഗോകുലം, SUT, ശ്രീനാരായണ, മലബാർ പോലുള്ള മെഡിക്കൽ കോളേജുകൾ ന്യൂനപക്ഷ വിഭാഗത്തിൻ്റെ അല്ല. അവിടുത്തെ കോളേജുകളിൽ EWS റിസർവേഷനും സെൽഫ് ഫിനാൻസിങ്ങുള്ള. അപ്പോൾ അവർക്ക് ഫീസ് വ്യത്യാസമുണ്ടോ? ഇല്ല. 7.5 ലക്ഷം തന്നെ കൊടുത്ത് കിട്ടേണ്ട EWS സീറ്റുകളാണ്. അപ്പം EWS എന്ന് പറഞ്ഞുകൊണ്ട് ഫീസ് കുറവല്ല, സീറ്റ് സംവരണമാണ്. അപ്പോൾ ഗവൺമെൻറ് മേഖലയിലുള്ളതുപോലെ തന്നെ ന്യൂനപക്ഷ കോളേജുകളല്ലാത്ത സെൽഫ് ഫിനാൻസിങ് കോളേജുകളിൽ കേരളത്തിൽ വില്ലേജ് ഓഫീസ് എന്നുള്ള EWS ഉണ്ടെങ്കിൽ റിസർവേഷനുണ്ട്. അപ്പം കേരളത്തിൽ നമുക്ക് ഒരു കേരളൈറ്റ് ആയിട്ടിരിക്കുന്ന കുട്ടികൾക്ക് ഗവൺമെൻറ് മേഖലയിലും സ്വകാര്യ മേഖലയിലും നോക്കിക്കഴിഞ്ഞാൽ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഏതാണ്ട് 27ഓളം സ്പെഷ്യൽ റിസർവേഷനുകൾ. ഇപ്പോൾ സൈന്യത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുക, സൈന്യത്തിൽ ഇപ്പം ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക്, സൈന്യത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടെ മരണപ്പെട്ടവർക്ക്, സൈന്യത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുക യുദ്ധസമാന സാഹചര്യങ്ങളിൽ മരണപ്പെടുകയോ അംഗവൈകല്യം ചെയ്യുകയോ ചെയ്ത കുട്ടികൾക്ക്, അങ്ങനെ ധാരാളം റിസർവേഷനുകൾ കേരളത്തിൽ അവൈലബിൾ ആണ്. സർ, കേരളത്തിന് പുറത്ത്, അതായത് ഇപ്പോൾ നമ്മുടെ ഓൾ ഇന്ത്യ കോട്ടയിൽ അല്ലാതെ എന്തെങ്കിലും റിസർവേഷനും കാര്യങ്ങളും ഉണ്ടോ?
തീർച്ചയായിട്ടും നമ്മളിപ്പോൾ കേട്ടിരിക്കുന്ന CMC വെല്ലൂരിൽ നമ്മൾ കഴിഞ്ഞ തവണ പറഞ്ഞതുപോലെ തന്നെ CMC വെല്ലൂരിൽ നമുക്ക് 50% സീറ്റുകൾ തമിഴ്നാടിന് പുറത്തുള്ളവർക്കുണ്ട്. ക്രിസ്ത്യൻ വിഭാഗത്തിന് CSI വിഭാഗത്തിന് വേണ്ടിയിട്ട് കിട്ടുന്ന സീറ്റുകളുണ്ട്. സെൻറ്റ് ജോൺസ് മെഡിക്കൽ കോളേജ് കർണാടകത്തിൽ, കേരളത്തിലെ ഉൾപ്പെടെയുള്ള റോമൻ കാത്തലിക്സിന് കിട്ടുന്ന സെൻറ്റ് ജോൺസ് മെഡിക്കൽ കോളേജിലെ സീറ്റുകൾ, CMC ലുധിയാനയിലെ സീറ്റുകൾ, ഇങ്ങനെയുള്ളൊരു 3-4 കോളേജുകളിൽ മാത്രമേ റിസർവേഷൻ അനുസരിച്ച് കിട്ടുന്നുള്ളൂ. അതല്ലാതെ കർണാടകത്തിൽ ഏതാണ്ട് 22ഓളം സ്വകാര്യ മെഡിക്കൽ കോളേജുകളുണ്ട്. രാമയ്യ മെഡിക്കൽ കോളേജ്, JJ കെമ്പഗൂഡ പോലെ 11 ലക്ഷം പെർ ഇയർ കൊടുത്ത ഫീസ്. യാതൊരുവിധ റിസർവേഷനും ഇല്ലാതെ നമുക്ക് 11 ലക്ഷം രൂപയ്ക്ക് നമുക്ക് ഈ 15% സീറ്റിന് അപ്ലൈ ചെയ്യാം. മറ്റുള്ള സ്റ്റേറ്റുകളിലെ സെൽഫ് ഫിനാൻസിങ് കോളേജുകളിൽ 15% സീറ്റുകൾക്ക് നമുക്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. ഗവൺമെൻറ് മറ്റുള്ള സ്റ്റേറ്റുകളിലെ 15% ഗവൺമെൻറ് മേഖലയിലുള്ള സീറ്റിന് നമ്മൾ എന്ത് പറഞ്ഞു? ഓൾ ഇന്ത്യ അലോട്ട്മെൻ്റ് എന്ന് നമ്മൾ പറഞ്ഞു. അവിടെ റിസർവേഷനും പറഞ്ഞു. എന്നാൽ മറ്റുള്ള സ്റ്റേറ്റുകളിലെ പ്രൈവറ്റ് കോളേജുകളിൽ ഉയർന്ന ഫീസ് കൊടുത്തുകൊണ്ട് നമുക്ക് 15% സീറ്റുകൾക്ക് അർഹതയുണ്ട്. പല കോളേജുകളിലും പല ഫീസാണെന്ന് നമ്മൾ പറഞ്ഞു. 11 ലക്ഷം കർണാടകത്തിലാണെങ്കിൽ 13.5 തമിഴ്നാട്ടിൽ, പോണ്ടിച്ചേരിയിലാണെങ്കിൽ 17.5. പല കോളേജുകളിലും പല ഫീസാണ്. ആന്ധ്ര, തെലങ്കാന 10 ലക്ഷമാണ്. അവിടെയൊന്നും യാതൊരു റിസർവേഷനുകളുമില്ല. മുഴുവൻ ഓപ്പൺ സീറ്റുകളാണ്. എല്ലാവർക്കും റാങ്കിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അതിന് ഉപരിയായിട്ടുള്ള 1-2 കോളേജുകൾ നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ CMC വെല്ലൂർ, സെൻറ്റ് ജോൺസ്, CMC ലുധിയാന പോലുള്ള കോളേജുകളിൽ മാത്രമാണ് ഏതെങ്കിലും തരത്തിലുള്ള ഒരു റിസർവേഷൻ എന്ന് പറയാനായിട്ട് സാധിക്കുന്നുള്ളൂ. ഇങ്ങനെയുള്ള സീറ്റുകളെ എല്ലാമാണ് നമ്മൾ ഒരു സെൻട്രലൈസ്ഡ് കൗൺസിലിംഗ് വഴി നടത്താനായിട്ടിപ്പോൾ MCC പരിഗണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ശിവൻ സാറിനൊപ്പത്തിൽ വളരെ കൃത്യമായി ആധികാരികമായി ഒരുപാട് വിവരങ്ങൾ ശിവൻ സാർ നിങ്ങൾക്ക് പങ്കുവയ്ക്കുകയുണ്ടായി. തീർച്ചയായിട്ടും ഇനി വരുന്ന എപ്പിസോഡുകളിലും ഇത്തരത്തിൽ തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോവുക. നിങ്ങളുടെ എല്ലാ സംശയങ്ങൾക്കും കൃത്യമായ മറുപടി നൽകിക്കൊണ്ട്. തീർച്ചയായിട്ടും നമ്മൾ ആദ്യം മെൻഷൻ ചെയ്തിരുന്നു, നിങ്ങൾ കമൻറ്റുകൾ രേഖപ്പെടുത്താൻ ഒരിക്കലും മറക്കരുത്. നിങ്ങളുടെ സംശയങ്ങളായിരിക്കണം നിങ്ങളുടെ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. കാരണം നമുക്ക് അറിയാവുന്ന രീതികൾ പറയുമ്പോൾ അവരിൽ നിന്ന് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവരേത് രീതിയിലാണ് ചിന്തിക്കേണ്ടത്. കാരണം ഓരോരുത്തർക്കും ഓരോ പോയിന്റ് ഓഫ് വ്യൂവിലാണല്ലോ അവരുടെ കുട്ടികളെ ഏറ്റവും നല്ലൊരു കോളേജുകളിൽ എത്തിക്കേണ്ടത്. അപ്പം അതെന്താണെന്നുള്ളത് നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി നമുക്കിതിനൊരു മറ്റൊരു മേഖലയിലേക്ക്, മറ്റൊരു തലത്തിലേക്ക് നമുക്കിതിനെ കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അപ്പോൾ ശിവൻ സാർ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളും നിങ്ങളുടെ എല്ലാ സംശയങ്ങൾക്കുമുള്ള കൃത്യമായ മറുപടിയുമായി ഇനിയുള്ള വാരം ശിവൻ സാർ അത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ തന്നെ നമുക്ക് മാക്സിമം നമുക്കത് ഉൾക്കൊള്ളിക്കുകയും ചെയ്യാം. തീർച്ചയായും. അപ്പോൾ നിങ്ങളുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ടായിരിക്കും ഞങ്ങൾ ആ കമന്റിനുള്ള മറുപടി നൽകുക, അല്ലേ സാർ? തീർച്ചയായും നമുക്ക് 3 പേരെങ്കിലും ഉൾക്കൊള്ളിക്കാൻ പറ്റുമെന്നാണ് എനിക്ക്, അല്ലേ? നമുക്ക് ഈ നമ്മുടെ സ്ഥിര എപ്പിസോഡുണ്ട്, അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് തന്നെ നമുക്കത് മുമ്പോട്ട് കൊണ്ടുപോകും. അപ്പോൾ ഇനിയുള്ള വാരം ശിവൻ സാറിനൊപ്പം വളരെ ആധികാരികമായി തന്നെ തുടരുന്നതാണ്. സോ ഇന്ന് ഞങ്ങളെ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.